വെൽക്കം ഓൾ. നമ്മളെ നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ള വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വെബിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇൻ്റർനെറ്റിനകത്തുള്ള വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിനകത്ത് കമ്മ്യൂണിക്കേഷൻസ് ഓൺ ദ വെബ് അതിനെക്കുറിച്ച് നോക്കി. വെബിനകത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? We have learned that actions that occur when a web browser tries to access a website from internet. നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് നിന്ന് ഒരു വെബ്സൈറ്റ് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് തരുന്നത് എന്ന്. അതിനാദ്യം നമുക്കൊരു URL ഉണ്ടാവും അല്ലേ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. അത് ഡൊമൈൻ നെയിം സിസ്റ്റം DNS സെർവറിലോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ആ ഡൊമൈൻ നെയിം സെർവർ നമ്മൾ കൊടുക്കുന്ന URLന് പകരമുള്ള IP അഡ്രസ്സ് നമുക്ക് തിരിച്ച് ബ്രൗസറിന് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ബ്രൗസർ ആ IP അഡ്രസ്സിലുള്ള സെർവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഇൻ ദ സെർവർ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ദിസ് റിക്വസ്റ്റ് and web pages to be displayed is then sent to the client. The client browser formats and displays this web page. ഇതാണ് നമ്മളൊരു സൈറ്റ് ആക്സസ് ചെയ്യാൻ പോകുമ്പോൾ നടക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മളൊരു സൈറ്റ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു URL അയച്ചു കൊടുക്കും. എങ്ങോട്ട് അയച്ചു കൊടുക്കും? ആദ്യം ഈ URL അയച്ചു കൊടുക്കുന്നത് ഡൊമൈൻ നെയിം സെർവറിലേക്കാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന URL ഇപ്പോൾ www.google.com URL നമ്മുടെ ഡൊമൈൻ നെയിം സെർവർ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന URLന് പകരമുള്ള IP അഡ്രസ്സ് തിരിച്ച് നമ്മുടെ ബ്രൗസറിന് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ ബ്രൗസർ എന്ത് ചെയ്യും? ഈ IP അഡ്രസ്സിലുള്ള വെബ് സെർവറുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ വെബ് സെർവറിനകത്തുള്ള സോഫ്റ്റ്വെയർസ് നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ചുള്ള കണ്ടൻറ്റ് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ ബ്രൗസർ ഈ കണ്ടൻറ്റിനെ വെബ് പേജായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. URL DNSലേക്ക് അയച്ചു കൊടുക്കും. DNS അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP തിരിച്ച് ബ്രൗസറിന് അയച്ചു കൊടുക്കും. ആ IPയിലുള്ള വെബ് സെർവറുമായി ബ്രൗസർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കും. ആ വെബ് സെർവറിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വെബ് സെർവർ നമ്മുടെ URL റിക്വസ്റ്റിനനുസരിച്ചുള്ള കണ്ടൻറ്റ് തിരിച്ചെന്ത് ചെയ്ത് കൊടുക്കും? നമ്മുടെ ബ്രൗസറിന് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ബ്രൗസർ ആ പേജിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെബ് പേജ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നത്. In order to communicate on the web, computers or devices need to understand each other. This is made possible by making all devices follow the same protocol, namely the Transmission Control Protocol bar Internet Protocol TCP/IP. The data to be sent is broken down into small data packets along with the address of the recipient computer by the TCP protocol. The devices called routers route the transport these data packets to their destination computers using Internet Protocol. എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്? അപ്പോൾ നമ്മൾ നമ്മുടെ വെബിനകത്തുള്ള കമ്പ്യൂട്ടറുകളോ ഡിവൈസുകളോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവ തമ്മിൽ അറിഞ്ഞിരിക്കണം, വേണ്ടേ? അവ എങ്ങനെയാണ് തമ്മിൽ അറിയുന്നത്? അതിന് വേണ്ടിയിട്ട് ആ എല്ലാ ഡിവൈസുകളും ഒരേ പ്രോട്ടോക്കോള് ഫോളോ ചെയ്യും. ആ പ്രോട്ടോക്കോളിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ TCP/IP. അപ്പോൾ നമ്മൾ പറഞ്ഞു, വെബിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളോ ഡിവൈസുകളോ ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി അവയെല്ലാം ഒരേ തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ ഫോളോ ചെയ്യും. ദാറ്റ് പ്രോട്ടോക്കോൾ ഈസ് കോൾഡ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ദ ഡേറ്റ ടു ബി സെൻഡ്, നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, അതിനെ
പാക്കറ്റുകളായിട്ട് ബ്രോക്കൺ ചെയ്യും. ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ബ്രോക്കൺ ചെയ്യുന്നത് ഈ TCP പ്രോട്ടോക്കോളാണ്. എന്നിട്ട് എവിടത്തേക്കാണോ അയക്കേണ്ടത് അതിൻ്റെ IP അഡ്രസ്സ് കൂടി അതിനകത്ത് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മളെ ഡേറ്റയെ ചെറിയ പാക്കറ്റുകളാക്കി അവ എങ്ങോട്ടാണോ റെസിപ്പിയൻറ്റിൻ്റെ IP അഡ്രസ്സ് കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് സെൻഡ് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ റെസിപ്പിയൻറ്റിൽ എത്തുന്നത് വരെ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ച് വിടുന്നത് ആരാണെന്നറിയോ? റൗട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിവൈസസ് ആണ്. അപ്പോൾ ഈ റൗട്ടേഴ്സ് ഈ പാക്കറ്റുകളെ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. ഏത് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട്? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇതിനെ TCP/IP എന്ന് പറയുന്നത്. അപ്പോൾ TCP പ്രോട്ടോക്കോള് നമ്മുടെ ഡേറ്റയെ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും കൂടെ കോഡ് ചെയ്ത് മാറ്റും. ഇനി അതിനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് ആരാ? ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെച്ച് വർക്ക് ചെയ്യുന്ന റൗട്ടേഴ്സ് എന്ന് പറയുന്ന ഡിവൈസസ് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കും. നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് നോക്കാം. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കി. അവിടെ ഒരു സെൻഡറുണ്ട്, ഒരു റെസിപ്പിയൻ്റ് ഉണ്ട് അല്ലേ? ഡേറ്റ പാക്കറ്റ്സ് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ TCP പ്രോട്ടോക്കോൾ അതിനെ ഡിവൈഡ് ചെയ്യും. പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പലതരത്തിലുള്ള പല റൗട്ടേഴ്സ് നമ്മുടെ നമ്മളൊരു സെൻഡറിനും റിസീവറിനും ഇടയിൽ പലതരത്തിലുള്ള റൗട്ടേഴ്സ് ഉണ്ടാവും, പല പാത്തുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ റൗട്ടറുകൾ നമ്മുടെ പാക്കറ്റുകളെ അതിനനുസരിച്ച് റൗട്ട് ചെയ്ത് അതിലോട്ട് എത്തിക്കും, റെസിപ്പിയൻറ്റിലോട്ട് എത്തിക്കും. കണ്ട, അത് മുകളിൽ കൂടെ ഒരു പാത്തുണ്ട്, താഴെ കൂടെ ഒരു പാത്തുണ്ട്. ഏത് പാത്തിൽ കൂടെ ആയിരുന്നാലും റൗട്ട് ചെയ്ത്, അതായത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ച്, അതിനാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. എവിടെ എത്തിക്കും? റെസിപ്പിയൻറ്റിൽ എത്തിക്കും. ഈ റെസിപ്പിയൻറ്റ് വേണമെങ്കിൽ തിരിച്ച് സെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇതേ പ്രോസസ്സാണ് നടക്കുന്നത്. ഇതിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പാക്കറ്റ്സിൽ ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് കോഡ് ചെയ്യും. ആ അഡ്രസ്സ് നോക്കി കറക്റ്റായിട്ട് ഡേറ്റയെ അവിടെ എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ആർക്കുള്ളതാ? ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റൗട്ടേഴ്സിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ആക്സസിങ് വെബ്സൈറ്റ്, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. സെൻഡിങ് ഇമെയിൽ, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനുകളെല്ലാം ചില പ്രത്യേക പ്രോട്ടോക്കോളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്, ഇതാ HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന SMTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ ബോത്ത് ദീസ് പ്രോട്ടോക്കോൾസ് വർക്ക് ഓൺ ടോപ്പ് ഓഫ് ലോവർ ലെവൽ പ്രോട്ടോക്കോൾ കാൾഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇതെല്ലാം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ ടോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ലോവർ ലെവൽ പ്രോട്ടോക്കോൾ ഏതാ? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോള് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇമെയിലുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പലതരത്തിലുള്ള പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പക്ഷേ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ബേസിക്സ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഈ പ്രത്യേകിച്ചുള്ള പ്രോട്ടോക്കോളുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാം. അപ്പോൾ ഒരു സിംഗിൾ പ്രോട്ടോക്കോൾ, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോള് ഇൻ്റർനെറ്റിനകത്തുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളെയും വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില അഡ്വാൻറ്റേജുകളുണ്ട്. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ ഈ സെപ്പറേറ്റ് പ്രോട്ടോക്കോൾ ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാക്കേണ്ട, എല്ലാം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിംഗിൾ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ, ഈ നമ്മളിതിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റൗട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ റൗട്ടേഴ്സ്
ഓരോ തരത്തിലുള്ള ഡേറ്റയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പ്രോഗ്രാം ചെയ്യേണ്ടതില്ല. പിന്നെയോ അവ ഡേറ്റയെക്കുറിച്ച് ബോദർ ചെയ്യേ വേണ്ട. പിന്നെ എന്തിനെക്കുറിച്ച് ബോദർ ചെയ്താൽ മതി? IP ഏതാണ് ഡെസ്റ്റിനേഷൻ, എവിടോട്ടാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഓൺലി അബൌട്ട് ദ അഡ്രസ് ടു വിച്ച് ദ പാക്കറ്റ് ഈസ് ടു ബി ഡെലിവേർഡ്. നമുക്ക് എവിടെയാണ് ഈ പാക്കറ്റ് എത്തിക്കേണ്ടത്, പാക്കറ്റിനകത്ത് എന്താണെന്നുള്ളത് പ്രശ്നമുണ്ടോ? നമ്മളെ പോസ്റ്റ്മാൻ ഒരു കവർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കൊണ്ടു തരും. അതിനകത്ത് എന്താണ് എന്നുള്ളത് അദ്ദേഹം അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ നമ്മൾ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എല്ലാ പർപ്പസുകൾക്കും വേണ്ടി നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെല്ലാം ചെയ്യാൻ വേണ്ടി ഒറ്റ പ്രോട്ടോക്കോൾ, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനിടയിൽ ഉപയോഗിക്കുന്ന റൗട്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിലും അവ സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നില്ല. അവയ്ക്ക് ഡേറ്റയെക്കുറിച്ച് ബോദർ ചെയ്യേ വേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇത് എവിടെ എത്തിക്കണം, ആ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ബോദർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിനകത്തുള്ള കമ്മ്യൂണിക്കേഷനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ക്ലയൻറ്റിലുള്ള ബ്രൗസറും വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അത് ഒരു സെർവറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ടൈപ്പ്. ഇനി ഒരു സെർവർ വേറൊരു സെർവറുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും നടക്കും. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ ഏതാ? വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും നടക്കും. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവറും വെബ് സെർവർ ടു വെബ് സെർവർ. അപ്പോൾ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും നമ്മൾ രണ്ട് ടേമുകളെക്കുറിച്ച് ഈ കമ്മ്യൂണിക്കേഷനിൽ അറിയണം: ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി. ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി ആർ എസെൻഷ്യൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. എന്താണ് ഈ ഓതൻറ്റിക്കേഷനും എന്താണ് സെക്യൂരിറ്റി എന്നും നമ്മൾ അറിയണം. Authentication on the web is the process of determining whether a computer or server is the computer that it claims to be. അതായത് ഞാനൊരു URLന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത്, തിരിച്ചിങ്ങോട്ട് അയക്കുമ്പം മാറിപ്പോരുതല്ലോ. അപ്പോൾ എന്നെ ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ആണ് എനിക്ക് തരുന്നത്. ആ ഉറപ്പിക്കൽ, അതിനെയാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ റിക്വസ്റ്റിനനുസരിച്ച് നമുക്കത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്ലെയിം ഉറപ്പിക്കുക, അതാണ് ഓതൻറ്റിക്കേഷൻ. രണ്ട്, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദ മെസ്സേജസ് ആർ നോട്ട് ഇൻ്റർസെപ്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ദ ഹാക്കേഴ്സ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇത് വേറെ ആരും ആക്സസ് ചെയ്യുന്നില്ല എന്നും അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നും ഉറപ്പ് വരുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റി. അപ്പോൾ രണ്ട് ടേം നമ്മൾ പറഞ്ഞു, ഓതൻറ്റിക്കേഷനും സെക്യൂരിറ്റിയും. രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്: ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ രണ്ടിനകത്തും രണ്ട് ടേമുകളാണ് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് ഓതൻറ്റിക്കേഷനും മറ്റത് സെക്യൂരിറ്റി. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലെയിം ഉറപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് ഓതൻറ്റിക്കേഷൻ. അടുത്തതെന്ന് പറയുന്നത് എന്താ? സെക്യൂരിറ്റി മീൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഈ ഡേറ്റ വേറെ ആരും ആക്സസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹാക്കേഴ്സ് ഇതിനെ മോഡിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഈ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഈ ഓതൻറ്റിക്കേഷനോ സെക്യൂരിറ്റിയോ ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയണം. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ സാധാരണഗതിയിൽ നമുക്ക് ഓതൻറ്റിക്കേഷൻ റിക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു വെബ്സൈറ്റ് ഗൂഗിൾ എടുക്കുന്നു. ഗൂഗിൾ എൻ്റെ അടുത്ത് എൻ്റെ ഓതൻറ്റിക്കേഷൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിൾ കിട്ടും. അപ്പം നോർമൽ കേസസിൽ ഒരു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഓതൻറ്റിക്കേഷൻ ആവശ്യമില്ല. പക്ഷേ ചില കേസുകളിൽ ഓതൻറ്റിക്കേഷൻ വേണ്ടി വരും.
ഇപ്പോൾ ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ സർവീസുകൾ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു ഓതൻറ്റിക്കേഷൻ നമ്മളടുത്ത് ചോദിക്കത്തില്ലേ? നമ്മളടുത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും ഇല്ലേ? അപ്പോൾ ആ യൂസർ നെയിമിനെയും പാസ്വേഡിനെയും നമ്മൾ നമ്മുടെ വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് നമുക്കത് തരുന്നത് അല്ലേ? അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ സെർവറിലേക്ക് പ്ലെയിൻ ടെസ്റ്റായിട്ടല്ല നമ്മുടെ വെബ് സെർവറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ്. എന്താ സെക്യൂരിറ്റി റീസൺ? ഇപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എൻ്റെ ഇമെയിലിലേക്ക് കയറുമ്പോൾ ഞാനൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ അത് പ്ലെയിൻ ടെസ്റ്റായിട്ട് അതേപോലെ തന്നെ വെബ് സെർവറിലേക്ക് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇതാരെങ്കിലും ഹാക്ക് ചെയ്തെടുത്താൽ എൻ്റെ ഓതൻറ്റിക്കേഷൻ പോയില്ലേ? എൻ്റെ ഇതേ മെയിൽ വേറെ ആർക്കും ഉപയോഗിക്കാനും കൂടെ പറ്റില്ലേ? അപ്പോൾ അതേ സെക്യൂരിറ്റി റീസൺ കാരണം എന്ത് ചെയ്യുമെന്നറിയോ? ഈ പ്ലെയിൻ ടെസ്റ്റായിട്ട് അയക്കാതെ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കും. ആ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നതിന് വേണ്ടി ഒരു ടെക്നോളജി ഉപയോഗിക്കും. അതിൻ്റെ പേര് HTTPS എന്നാണ്. ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, HTTPS. അപ്പോൾ ഈ ടെക്നോളജി വെച്ചിട്ട് ഈ യൂസർ നെയിമിനെയും പാസ്വേഡിനെയും എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കും. ടെക്സ്റ്റായിട്ട് തന്നെ അയച്ചു കൊടുക്കില്ല, എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഓതൻറ്റിക്കേഷൻ എപ്പോഴാണ് വേണ്ടത്? എല്ലാ സ്ഥലത്തും ഒന്നും അത് വേണ്ട. കാരണം നമ്മളൊരു ഏത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കില്ലല്ലോ. ബാങ്കിങ് ആപ്ലിക്കേഷനോ അതേപോലുള്ള ഇമെയിൽ ആപ്ലിക്കേഷനുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതേണക്കുള്ള ഓതൻറ്റിക്കേഷൻ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അത് നമ്മൾ അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്നത് ടെക്സ്റ്റായിട്ട് അയച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ എൻക്രിപ്റ്റ് ചെയ്തോ അയച്ചു കൊടുക്കും. അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HTTPS എന്ന് പറയുന്ന ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ HTTPS എന്ന് പറയുന്ന ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ പറഞ്ഞു. അത് HTTPയിൽ നിന്നും എന്താണ് അതിൻ്റെ വ്യത്യാസമെന്ന് ചോദിച്ചാൽ അതിന് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന SSL പ്രോട്ടോക്കോള് അതിന് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. HTTPക്ക് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അത് HTTPS ആകുന്നത്. ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? SSL എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ്. അപ്പോൾ SSL എന്ന് പറയുന്ന ടെക്നോളജി കൂടി HTTPയുടെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് HTTPS ആവുന്നത്. അപ്പോൾ ഈ SSL പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റി മാത്രമല്ല, പ്രൈവസി മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ വേറെ ഒരു വെബ്സൈറ്റും ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ അക്കൗണ്ടുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള സെക്യൂരിറ്റി കൂടി നമുക്ക് എൻഷുർ ചെയ്യുന്നതാണ് SSL എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ? HTTP എന്ന് പറയുന്ന അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. HTTPയുടെ കൂടെ സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന SSL അതിന് അഡീഷണലായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ HTTPS എന്ന് പറയുന്ന ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളൊരു സെക്യൂർ വെബ് പേജിന് വേണ്ടി നമ്മുടെ ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സെക്യൂർ വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറഞ്ഞ ഓതൻറ്റിക്കേഷൻ വേണ്ടി വരുന്ന വെബ് പേജുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെക്യൂർ വെബ് പേജിന് വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ the server first returns its SSL certificate. The browser then verifies whether the certificate is valid by checking it with the corresponding certification authority. അപ്പോൾ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പം വെബ് സെർവർ ഒരു SSL ഇങ്ങോട്ട് അയച്ചു തരും. ആ SSL നമ്മൾ ചെക്ക് ചെയ്യും. അതൊരു ഏതെങ്കിലും ഒരു അതോറിറ്റി ആണോ നമ്മൾ സർട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന്. ആ സർട്ടിഫിക്കേഷൻ അതോറിറ്റി സർട്ടിഫൈസ് വെദർ ദിസ് SSL സർട്ടിഫിക്കറ്റ് ഗിവൺ ടു ഇറ്റ് ഈസ് വാലിഡ് വൺ. ആ SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ നമ്മൾ നോക്കും. അങ്ങനെ വാലിഡ് ആണ് എങ്കിലേ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു അഷ്വറൻസ് ആണ്. ദാറ്റ് ദ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ക്ലൈം ടു ബി. ആ വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ ക്ലൈം ചെയ്യുന്ന ഇത് ഓതൻറ്റിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ SSL സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് നോക്കും, ഇത് തന്നെ ആണോ. ആ സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സാധനം ഉപയോഗിക്കാൻ കഴിയും. അപ്പം
ഈ സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ബ്രൗസറും സെർവറും തമ്മിൽ ഒരു എൻക്രിപ്റ്റഡ് സെക്ഷൻ ആരംഭിക്കും. എന്നിട്ടാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡേറ്റ മൊത്തം എന്ത് ഡേറ്റയാണ്? എൻക്രിപ്റ്റഡ് ഡേറ്റയാണ് അല്ലേ? കാരണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡേറ്റയാണ്, വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ ആ എൻക്രിപ്റ്റഡ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെബ് പേജ്, സെക്യൂർ ആയിട്ടുള്ള വെബ് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരു SSL സർട്ടിഫിക്കറ്റ് കിട്ടും. ആ SSL സർട്ടിഫിക്കറ്റ് സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സർട്ടിഫിക്കറ്റ് അതോറിറ്റി വെച്ച് വാലിഡേറ്റ് ചെയ്യും. എന്നിട്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എൻക്രിപ്റ്റഡ് സെക്ഷൻ ആരംഭിക്കും. ആരൊക്കെ തമ്മിൽ? നമ്മുടെ ബ്രൗസറും വെബ് സെർവറും തമ്മിൽ ഒരു എൻക്രിപ്റ്റഡ് സെക്ഷൻ ആരംഭിക്കും. അത് കഴിയുമ്പോൾ ഈ എൻക്രിപ്റ്റഡ് ഡേറ്റ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുകയാണ്. നോക്കി, നമ്മൾ ഒരു സെർവറുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ ബ്രൗസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സെക്യൂർ പേജാണ് നമ്മൾ ബ്രൗസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യും? ഒന്നും നോക്കി, ബ്രൗസർ റിക്വസ്റ്റ് ടു സ്റ്റാർട്ട് എ സെക്യൂർ സെക്ഷൻ. അപ്പോൾ നമ്മൾ വെബ് സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ വെബ് സെർവർ എന്ത് ചെയ്യും? രണ്ടാമത്തെ പ്രോസസ്സ് നോക്കി, ഒരു സെർവർ അങ്ങോട്ടൊരു കാര്യം അയച്ചു കൊടുക്കും, ഒരു SSL സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ ബ്രൗസർ നേരെ ഏതെങ്കിലും ഒരു ഓതൻറ്റിക്കേഷൻ അതോറിറ്റി വെച്ചിട്ട് ഈ അയച്ചു തന്ന SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് പരിശോധിക്കും. അങ്ങനെ വാലിഡ് ആണെങ്കിൽ മൂന്നാമത്തെ കാര്യം ചെയ്യും. ഇഫ് വാലിഡ്, ബ്രൗസർ ഇനിഷ്യലൈസ് ആൻ എൻക്രിപ്റ്റഡ് സെക്ഷൻ. നമ്മൾ എൻക്രിപ്റ്റഡ് സെക്ഷൻ ആരംഭിക്കും. നാലാമത്തേൽ എന്ത് ചെയ്യും? എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങും തമ്മിൽ. കണ്ട, അവിടെ ഒരു ലോക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നു. ഡേറ്റ അത് എൻക്രിപ്റ്റഡ് ഡേറ്റയാണ്, വേറെ ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ എൻക്രിപ്റ്റഡ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ചില കേസുകളിൽ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തുകയാണ്, നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണ്. അപ്പോൾ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഏത് കൊമേഴ്സ്യൽ വെബ്സൈറ്റിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരുടെ വെബ് സെർവറും ബാങ്കിൻ്റെ വെബ് സെർവറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെയാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ സച്ച് കേസസ് വെബ് സെർവർ ഓഫ് ദ മർച്ചൻറ്റ് ആൻഡ് ദ ബാങ്ക് ആർ ടു ബി ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ അവിടെ ഒരു വെബ് സെർവർ ഓതൻറ്റിക്കേറ്റ് ചെയ്താൽ പോരാ, പിന്നെയോ നമ്മുടെ മർച്ചൻറ്റിൻ്റെ വെബ് സെർവർ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ഉറപ്പിക്കണം, അതോടൊപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉറപ്പിക്കണം. അപ്പോൾ ആ ഞാൻ ഇപ്പോൾ ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ആമസോൺ എൻ്റെ അക്കൗണ്ട്, ഞാൻ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്തല്ലേ അവർക്ക് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഓതൻറ്റിക്കേഷനും നടക്കും. അവിടെയും ഇതേ സംഭവം തന്നെയാണ് ഉപയോഗിക്കുന്നത്, സെർവറുകൾ തമ്മിൽ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നേരെ എന്ത് ചെയ്യും? എന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും ആദ്യം. ആര്? അപ്പം ഞാൻ ആമസോണിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുമ്പോൾ ആമസോണിൻ്റെ സെർവർ എന്നെ ആദ്യം ഓതൻറ്റിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ബാങ്കിൻ്റെ വെബ് സെർവറുമായി ആ വെബ് സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഓതൻറ്റിക്കേഷൻ നടത്തും. എന്നിട്ടാണ് അവർ തമ്മിൽ എൻക്രിപ്റ്റഡ് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നൊരു സാധനം വാങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ മർച്ചൻറ്റിൻ്റെ വെബ് സെർവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി നമ്മൾ സാധനം വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അപ്പോൾ മർച്ചൻറ്റ് നമ്മളെ ആദ്യം ഓതൻറ്റിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഓതൻറ്റിക്കേഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സാധനമൊക്കെ സെലക്ട് ചെയ്ത് അത് വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണം. അപ്പോൾ അത് നേരെ നമ്മൾ ഈ ഡീറ്റെയിൽസ് നമ്മുടെ വെബ് സെർവറിന് കൊടുക്കും. ആരുടെ? മർച്ചൻറ്റിൻ്റെ വെബ് സെർവറിന് കൊടുക്കും. മർച്ചൻറ്റിൻ്റെ വെബ് സെർവർ കറക്റ്റായിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ്. അപ്പോൾ നേരെ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് കൊടുക്കും.
പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മുടെ ബാങ്കിൻ്റെ വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബാങ്കിൻ്റെ വെബ് സെർവർ ഈ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ അക്കൗണ്ടുമായി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. നമുക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെയാണോ അതിൽ നിന്ന് പോകുന്നത് എന്നൊക്കെ അറിയണ്ടേ? അതിനാണ് നമ്മുടെ ഫോൺ വഴിയൊക്കെ നമുക്ക് മെസ്സേജ് കിട്ടുന്നതും അല്ലെങ്കിൽ നമ്മളെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ തിരിച്ച് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് കൊടുക്കും. ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ തിരിച്ച് ഇത് ക്ലിയർ ആണ് ബാങ്കിൽ നിന്ന് ഉള്ള കൺഫർമേഷൻ എന്ത് ചെയ്യും? മർച്ചൻറ്റിൻ്റെ സെർവറിന് വീണ്ടും കൊടുക്കും. അപ്പം മർച്ചൻറ്റിൻ്റെ സെർവർ അത് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നമുക്ക് തിരിച്ച് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും. ഇതാണ് നിങ്ങൾ ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വെബ് സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.